ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +1 കൊമേഴ്സ് മാത്സ് മോഡൽ എക്സാമിനേഷൻ്റെ ആൻസർ കീയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ 9th ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 16 ഈച്ച് ക്യാരീസ് 4 സ്കോർ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതെങ്കിലും 6 എഴുതാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈസ് ഡാഷ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എഴുതണം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാൻ വളരെ എളുപ്പമാണ്. 2n എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. 2n എന്ന് പറയുമ്പോൾ അതിൽ n എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ്. തന്നിരിക്കുന്ന സെറ്റ് എയിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. സോ 2 കാണാൻ 2 ഈക്വൽ ടു 8 എന്ന് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 എ ഈക്വൽ ടു സെറ്റ് 3 4 ബി ഈക്വൽ ടു സെറ്റ് 2 4 5 ഷോ ദാറ്റ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഡി മോർഗൻസ് ലോ പ്രൂവ് ചെയ്യണം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിലല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് കാണാനും അതുപോലെ ബി കോംപ്ലിമെൻറ്റ് കാണാനും എ യൂണിയൻ ബി കാണാനും എ ഇൻ്റർസെക്ഷൻ ബി കാണാനും അങ്ങനെയായിട്ട് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് എ യൂണിയൻ ബി കാണുന്നത്, എങ്ങനെയാണ് എ ഇൻ്റർസെക്ഷൻ ബി കാണുന്നത്, എ മൈനസ് ബി കാണുന്നത്, ബി മൈനസ് എ കാണുന്നത്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സോ തന്നിരിക്കുന്ന സെറ്റ് എഴുതാം. യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ കോംപ്ലിമെൻറ്റ് കാണണം. എ കോംപ്ലിമെൻറ്റ് കാണാൻ യു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എയിലുള്ള എലമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഈ 3 4 എന്നുള്ള എലമെൻറ്റ്സ് റിമൂവ് ചെയ്യുക. സോ 1 2 5 എന്ന ആൻസർ കിട്ടും. അതുപോലെ ബി കോംപ്ലിമെൻറ്റ് കാണാൻ യു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബിയിലുള്ള എലമെൻറ്റ്സ് ഒഴിവാക്കുക. ബിയിലുള്ള എലമെൻറ്റ്സ് 2 4 5 ആണ്. 2 4 5 ഒഴിവാക്കി ബാക്കി കിട്ടുന്നത് 1 3 എന്ന് കിട്ടും. സോ ബി കോംപ്ലിമെൻറ്റ് കിട്ടി. അടുത്തത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് നോക്കുക. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് 1 ആണ്. സോ സെറ്റ് 1 എന്ന് ആൻസർ എഴുതാം. ഇനി എ യൂണിയൻ ബി കാണണം. എ യൂണിയൻ ബി കാണാൻ എയും ബിയിലും എലമെൻറ്റ്സ് നോക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. 2 3 4 5 എന്ന ആൻസർ കിട്ടും. ദെൻ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കാണാം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ എ യൂണിയൻ ബി നമുക്കറിയാം. ആ എ യൂണിയൻ ബിയിലത്തെ എലമെൻറ്റ്സ് യുവിൽ നിന്ന് ഒഴിവാക്കാം. യു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് 2 3 4 5 റിമൂവ് ചെയ്താൽ ബാക്കി വരുന്നത് സെറ്റ് 1 എന്നാണ്. ഓക്കെ, സോ നമ്മൾ ഈ 2 ഇക്വേഷനും നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 കിട്ടിയിട്ടുണ്ട്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെറ്റ്സ് എ ആൻഡ് ബി. റൈറ്റ് ദ റിലേഷൻ ഇൻ. തന്നിരിക്കുന്ന റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതണം, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം, ഡൊമൈനും റേഞ്ചും കാണണം. ഓക്കെ, റോസ്റ്റർ ഫോമിൽ എഴുതാൻ വളരെ ഈസിയാണ്. സെറ്റിലുള്ള എലമെൻറ്റ്സ് ഒന്ന് പെയറാക്കിയിട്ട് എഴുതിയാൽ മതി. 1 3 അതുപോലെ 2 ഏതിനോട് മാപ്പ് ചെയ്തിട്ടുണ്ട്, 4നോട്. സോ 2 4 എന്ന് എഴുതാം. 3 5നോട്. സോ 3 5. ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. x1 ആയപ്പോൾ വൈയുടെ വാല്യൂ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. x2 ആയപ്പോൾ വൈയുടെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. x3 ആയപ്പോൾ വൈയുടെ വാല്യൂ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് ഈ നമ്പറിനേക്കാളും ഒരു 2 നമ്പേഴ്സ് കൂട്ടിയിട്ടാണ് ഇവിടെ വൈയുടെ എലമെൻറ്റ്സ് എഴുതിയിട്ടുള്ളത്. സോ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു വൈ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? x + 2. എക്സിലുള്ള എലമെൻസിനേക്കാളും 2 കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സോ x + 2 എന്ന് എഴുതാം. where x belongs to a and y belongs to b. ഓക്കെ, ഇനി ഡൊമൈനും റേഞ്ചും വളരെ സിമ്പിളായിട്ട് എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3, റേഞ്ച് എന്ന് പറയുമ്പോൾ സെറ്റ് 3 4 5 എലമെൻറ്റ്സ് നോക്കിയിട്ട് എഴുതാം. സിമ്പിൾ അല്ലേ? ഇനി 11th ക്വസ്റ്റ്യൻ, if sin x equal to 3/5, x lies in the second quadrant, find the cos x and tan x. cos x ഉം tan x ഉം കാണണം. ഓക്കെ, സോ sin x തന്നിട്ടുണ്ട് 3/5. cos x കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാം. sin² + cos² = 1 എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് കാണാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. ഈ തന്നിരിക്കുന്ന സൈഡ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. 3ഉം 5ഉം ആണ്. സോ sin x എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. സോ ഓപ്പോസിറ്റ് സൈഡ് 3 എന്ന് മാർക്ക് ചെയ്യുക, ഹൈപ്പോട്ട്ന്യൂസ് 5 എന്ന് മാർക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഈ സൈഡ് കണ്ടുപിടിക്കുക. പൈതഗോറസ് തിയറം വെച്ചിട്ട് മൂന്നാമത്തെ സൈഡ് കാണുമ്പോൾ √5² - 3² എന്ന് വരും. 25 - 9 എന്ന് വരും. √25 - 9 എന്ന് പറയുമ്പോൾ √16. അതായത് മൂന്നാമത്തെ സൈഡ് 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈതഗോറൻ ട്രിപ്ലെറ്റ് 3 4 5 എന്ന് പറയുന്നത് ഒരു പൈതഗോറൻ ട്രിപ്ലെറ്റ് ആണ്. ആ രീതിയിൽ ആലോചിച്ച് വെച്ചാലും മതി. 3ഉം 5ഉം തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് 4 ആയിരിക്കും. ഇനി 4ഉം 5ഉം തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് 3 ആയിരിക്കും. ആ രീതിയിൽ ആലോചിക്കുക. സോ നമുക്ക് 3 സൈഡും കിട്ടിയിട്ടുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ളത് cos x ആണ്. കോസ് കാണുന്നുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ചെയ്യുക. സോ 4/5 എന്ന് കിട്ടും. ഇനി തന്നിരിക്കുന്നത് x എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. സോ cos x = -4/5 എന്ന് എഴുതാം.
ഇനി ടാൻ കാണുന്നുണ്ടെങ്കിൽ ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/4 അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. അതിൻ്റെ സൈൻ എന്ന് പറയുമ്പോൾ ടാൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവ് സൈനാണ്. സോ -3/4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതല്ലെങ്കിൽ ടാൻ കാണണമെങ്കിൽ sin x ബൈ cos x എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. sin x ഡിവൈഡഡ് ബൈ cos x ചെയ്യുമ്പോൾ എഗെയിൻ -3/4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ sin 75 കാണണം. sin 75 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാത്ത ഒരു നമ്പറാണ് ഈ 75. സോ അതിനെ നമുക്ക് അറിയാവുന്ന നമ്പേഴ്സിൻ്റെ ടേമിലോട്ട് മാറ്റുക. അതായത് sin 75നെ നമ്മൾ sin 30 + 45 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഇക്വേഷൻ sin x + y എന്നുള്ള ഫോമിലാണ്. sin x + y എന്ന് പറയുമ്പോൾ sin x cos y + cos x sin y. ഇതിൽ എക്സിന് 30 എന്നും വൈക്ക് 45 എന്നുള്ള വാല്യൂ കൊടുക്കുക. സോ sin 30 × cos 45 + cos 45 × sin 30 വരും. വാല്യൂസൊക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ √3 + 1 ഡിവൈഡഡ് ബൈ 2 √2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്. ഫൈൻ Z1 + Z2. Z1 + Z2 കാണാം. വെരി ഈസി. ജസ്റ്റ് റിയൽ പാർട്ട് ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. 1 + 2 3 എന്ന് കിട്ടും. 2i + i എന്ന് പറയുമ്പോൾ 3i ആൻസർ കിട്ടും. 3 + 3i ആൻസർ എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻ ദ മോഡുലസ് ആൻഡ് കോൺജുഗേറ്റ് ഓഫ് Z1 + Z2. മോഡുലസും കാണണം, കോൺജുഗേറ്റും കാണണം. മോഡുലസ് കാണാൻ സ്ക്വയർ റൂട്ട് ഓഫ് ഫസ്റ്റത്തെ ഇവിടെ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെയുള്ള ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ചെയ്യുക. സോ √3² + 3² എന്ന് വരും = √18 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് കോൺജുഗേറ്റ് കാണാൻ. കോൺജുഗേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഒന്ന് മാറ്റി കൊടുക്കുക. Z1 + Z2 എന്ന് പറയുമ്പോൾ 3 + 3i ആണ്. Z1 + Z2 ബാർ അല്ലെങ്കിൽ Z1 + Z2ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 3 - 3i എന്ന് എഴുതാം. ഐയുടെ ടേമിൻ്റെ ഇവിടെ നെഗറ്റീവ് സൈൻ ആക്കിയിട്ട് ഇടാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ i⁴ + i⁴ -2 വാല്യൂ കാണണം. i⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. i³ എന്ന് പറയുമ്പോൾ i² × i എന്ന് എഴുതാം. i² -1 ആണ്. സോ -i എന്ന് ഇവിടെ എഴുതാം. ദെൻ -2. ഓക്കെ, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 1 - 2 -1 എന്ന് വരും. -1 - i എന്ന് ആൻസർ എഴുതാം. ഓക്കെ, ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. മോഡുലസ് കാണാനും കോൺജുഗേറ്റ് കാണാൻ വളരെ സിമ്പിളാണ്. മോഡുലസ് കാണാനും കോൺജുഗേറ്റ് കാണാനും ഒക്കെ ഒന്ന് പഠിക്കട്ടെ. ഇനി 13th ക്വസ്റ്റ്യൻ, ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്. ഓക്കെ, സോ ഇൻസ്റ്റഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 9 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ എ എന്ന് പറയുന്ന ലെറ്റർ മാത്രമാണ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 9 × 2 ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 1,81,440 എന്ന ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻസ് 5 white and 6 black balls. Determine the number of ways in which 2 white and 3 black balls can be selected. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 5 white-ഉം 6 black balls-ഉം ആണ്. അതിൽ നിന്ന് 2 white-ഉം 3 black-ഉം ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 2 white എവിടെ നിന്ന് എടുക്കാം? 5 white-ൽ നിന്ന് എടുക്കാം. സോ 5C2 എന്ന് എഴുതാം. അതും ആൻഡ് എന്നാണ്. ആൻഡ് സോ ഇൻറ്റു എന്ന് എഴുതാം. പിന്നെ ബ്ലാക്ക് ബോൾസ് 3 ബ്ലാക്ക് ബോൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് 6 ബ്ലാക്ക് ബോൾസ് എന്ന്. സോ 6C3 എന്ന് എഴുതാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 10 × 20 എന്ന് വരും. ആൻസർ 200 എന്ന് കിട്ടും. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രാഫ് നമ്പർ ലൈൻ വരച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യാനും ഒക്കെ വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന ഇനിക്വാലിറ്റി എഴുതാം. 7x + 3 > 5x + 9. ഈ എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 7x - 5x എന്ന് വരും. അതായത് 2x എന്ന് വരും. നമ്പേഴ്സ് 9 - 3 എന്ന് ലെഫ്റ്റ് സൈഡിൽ വരും. സോ 9 - 3 എന്ന് പറയുമ്പോൾ 6 എന്ന് എഴുതാം. സോ x < 3 എന്ന് കിട്ടും. x < 3 എന്ന് പറഞ്ഞാൽ 3-നേക്കാളും താഴെയുള്ള എല്ലാ നമ്പേഴ്സും നമ്പർ ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5 - 2x / 3 < x / 6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്ന് ആൻസർ കണ്ടുപിടിക്കുക. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 5 - 2x < 3x എന്ന് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്താൽ 30 - 2x < 3x എന്ന് എഴുതാം. 30 < 12x നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. സോ 3x + 12x എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 2 < x എന്ന് വരും. ഇതെന്നെ തിരിച്ചെഴുതിയാൽ x > 2 എന്ന് എഴുതാം. അതല്ല ഇൻ്റർവെല്ലാക്കിയിട്ട് എഴുതിയാൽ 2-നേക്കാളും മുകളിലുള്ള എല്ലാ നമ്പേഴ്സും. ഓക്കെ, സോ ഇൻ്റർവെൽ to ∞, ക്ലോസ്ഡ് ഇൻ്റർവെൽ to ∞. കാരണം ഇവിടെ 2 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുക. ഇതൊരു നമ്പർ ലൈൻ വരച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. നമ്പർ ലൈൻ വരയ്ക്കുക. -∞, +∞. കിട്ടിയിട്ടുള്ള പോയിന്റ് 2 ആണ്. 2 മാർക്ക് ചെയ്യുക. 2-നേക്കാളും മുകളിലുള്ള എല്ലാ നമ്പേഴ്സും x > 2 എന്നാണ്. സോ 2-നേക്കാളും മുകളിലുള്ള എല്ലാ നമ്പേഴ്സും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഡാർക്കൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തിട്ടോ കാണിക്കാം. ഇനി 15th ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് x + 1 raised to 4. അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് x + 1 raised to 4 + x - 1 raised to 4
ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് √2 + 1 raised to 4 and √2 - 1 raised to 4. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് x + 1 raised to 4 ആണ്. അതായത് a + b raised to 4ൻ്റെ എക്സ്പാൻഷൻ നോക്കുക. a + b raised to 4 എന്ന് പറയുമ്പോൾ a raised to 4 + 4 × a³ b + 6 × a² b² + 4 × ab³ + b raised to 4. ഇതിൽ എ എന്നുള്ളതിന് എക്സ് എന്നും ബിക്ക് 1 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. സോ സിംപ്ലിഫൈ ചെയ്താൽ x raised to 4 + 4x³ + 6x² + 4x + 1 എന്ന ആൻസർ കിട്ടും. ഇതേ രീതിയിൽ x - 1 raised to 4ൻ്റെ ഇക്വേഷൻ എഴുതാം. x - 1 raised to 4ൻ്റെ ഇക്വേഷൻ എഴുതാൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. സൈന് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി, ടേംസിൽ വ്യത്യാസം വരില്ല. ഓക്കെ, സോ ഫസ്റ്റ് ടേം x raised to 4 എന്ന്, രണ്ടാമത്തെ ടേമിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക, -4x³, മൂന്നാമത്തത് പോസിറ്റീവ്, നാലാമത്തത് പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. ആ രീതിയിൽ സൈന് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, സോ x - 1 raised to 4 നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇനി ചോദിച്ചിട്ടുള്ളത് x + 1 raised to 4 + x - 1 raised to 4 ആണ്. ഇത് രണ്ടും തമ്മിലൊന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x raised to 4 + x raised to 4 എന്ന് പറയുമ്പോൾ 2x raised to 4 എഴുതാം. +4x³ - 4x³ ക്യാൻസൽ ചെയ്ത് പോകും. 6x² + 6x² എന്ന് പറയുമ്പോൾ 12x² എന്ന് കിട്ടും. 4x - 4xും ക്യാൻസൽ ചെയ്ത് പോകും. 1 + 1 2 എന്ന് ലാസ്റ്റ് ടേം എഴുതും. സോ ഈ 3 ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് √2 + 1 raised to 4 + √2 - 1 whole raised to 4. എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇതേ രീതിയിലുള്ള ഒരു ഇക്വേഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എക്സിൻ്റെ പ്ലേസിൽ √2 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ ടേം ഇവിടെ 1 തന്നെയാണ്, അപ്പോൾ അവിടെ വ്യത്യാസമില്ല. സോ എക്സിന് മാത്രം √2 എന്ന് മാറ്റി കൊടുത്താൽ മതി. സോ 2 × x raised to 4 എന്ന് പറയുമ്പോൾ √2 raised to 4 എന്ന് എഴുതാം. +12x² എന്ന് പറയുമ്പോൾ 12 × √2² എന്ന് എഴുതാം. +2 അതുപോലെ തന്നെ എഴുതാം. കാൽക്കുലേറ്റ് ചെയ്താൽ 32 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി 16th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഹൂസ് വെർട്ടീസസ് ആർ ± 50 and foci ± 40. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്താണ്? x² / a² + y² / b² = 1. അപ്പോൾ അവിടെ നമുക്ക് എയും ബിയും അറിയണം. ഓക്കെ, സോ ഇത് തന്നിട്ടുള്ളത് എന്താ? വെർട്ടിസസ് ആണ്. വെർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ± a 0 ആണ്. അതിൽ എയുടെ വാല്യൂ അപ്പോൾ എത്രയാണ്? 5 എന്ന് എഴുതാം. സോ a = 5 എന്ന് എഴുതാം. ഫോസൈ കാണാൻ ± c0 എന്നാണ്. സോ അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, ± 40. കമ്പയർ ചെയ്താൽ നമുക്ക് c = 4 എന്ന് എഴുതാം. ഇനി എലിപ്സിൻ്റെ കേസിൽ c² എന്ന് പറഞ്ഞാൽ a² - b² ആണ്. ഇവിടെ c²ഉം a² നമുക്കറിയാം, b ആണ് അറിയാത്തത്. സോ b² = a² - c² എന്ന് എഴുതിയിട്ട് ബിയുടെ വാല്യൂ കാണുമ്പോൾ b = 3 എന്ന് കിട്ടും. പേയും ബിയും കിട്ടിയാലോ? ജസ്റ്റ് ഇക്വേഷനിൽ ഇവിടെ കൊടുക്കുക. x² / a² എന്ന് പറയുമ്പോൾ 25, b² എന്ന് പറയുമ്പോൾ 9 എന്ന് വരും. =1 എന്ന ആൻസർ എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം കാണണം. ഹൈപ്പർബോളയാണ് തന്നിട്ടുള്ളത്. x² / 25 - y² / 16 = 1. അത് കമ്പയർ ചെയ്തിട്ട് a² = 25 എന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്റർ ആണ് a², അത് 25. സോ a = 5 എന്ന് എഴുതാം. b² എന്ന് പറയുന്നത് 16. സോ b = 4 എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം കാണാൻ 2b² / a സിംപ്ലിഫൈ ചെയ്താൽ 32/5 എന്ന് ആൻസർ എഴുതാം. ഈ സെക്ഷനിൽ നിന്ന് ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് ഇതേപോലെ വെർട്ടിസസും ഫോസയും ഒക്കെ കാണാൻ, അല്ലെങ്കിൽ തിരിച്ച് വെർട്ടിസസും ഫോസയും ഒക്കെ തന്നിട്ട് എലിപ്സിൻ്റെ ഇക്വേഷനോ ലാറ്റസ് റെക്ടം കാണാനോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ സെക്ഷനും ഈ ഫോർമുലാസും ഒക്കെ എന്തായാലും പഠിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 4 മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി 17th ക്വസ്റ്റ്യൻ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ജി പിയിൽ നിന്ന്. ഇഫ് 1, x, 9 ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ ജി പി, ദെൻ x = വെരി സിമ്പിൾ. 3 ടേംസ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3 ടേംസ് കോൺസിക്യൂട്ടീവ് ടേംസ് ആയിട്ട് ABC എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ b² = നടുവിലത്തെ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെയും അതുപോലെ തന്നെ തേർഡ് ടേമിൻ്റെയും പ്രോഡക്റ്റ്. സോ a × c, b² = ac എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, സോ ഇവിടെ സെൻട്രലിലെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? x ആണ്. സോ x² = 1 × 9 എന്ന് എഴുതാം. 1 × 9 എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ x = ±3 എന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമൺ റേഷ്യോ കാണണം. സം ടു 10 ടേംസ് കാണണം. ജി പി തന്നിട്ടുണ്ട്. സോ ഈ ജി പി നോക്കിയാൽ നമുക്കറിയാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. ഇനി സം എന്ന് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. a × r⁻n - 1 ഡിവൈഡഡ് ബൈ r-1. ഇവിടെ ഞാൻ r⁻n എന്നാണ് എഴുതിയത്, കാരണം r എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ 1 - r⁻n ആ ഫോമുല യൂസ് ചെയ്യട്ടോ. സോ Sn = a × r⁻n - 1 ഡിവൈഡഡ് ബൈ r-1. എയുടെയും അതുപോലെ തന്നെ ആറിൻ്റെയും വാല്യൂ ഒക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 × 2⁻n - 1 എന്ന് കേട്ടു. ഇനി സം ടു 10 ടേംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ n = 10 എന്ന് കൊടുക്കുക. സോ 2 × 2⁻10 - 1 വരും. കാൽക്കുലേറ്റ് ചെയ്താൽ
2046 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 20th ടേം ആൻഡ് nth ടേം ഓഫ് ദ ജി പി തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ജി പി എഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 1/2, a = 1/2 എന്ന് എഴുതാം. കോമൺ റേഷ്യോ കാണാൻ രണ്ട് ടേംസ് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 1/4 ഡിവൈഡഡ് ബൈ 1/2, സോ നമുക്ക് 2/4 എന്ന് കിട്ടും, അതായത് 1/2 എന്ന ആൻസർ കിട്ടും. nth ടേം കാണാൻ nth ടേമിൻ്റെ ഇക്വേഷൻ എഴുതാം. a × r⁻n−1, എയുടെയും ആറിൻ്റെയൊക്കെ വാല്യൂസ് കൊടുത്ത് എഴുതാം. 1/2 × 1/2 എന്ന് എഴുതാം. 1/2 × 1/2 എന്നാണ്. സോ സിംപ്ലിഫൈ ചെയ്താൽ 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിൽ തന്നെ 20th ടേം ചോദിച്ചിട്ടുണ്ട്. 20th ടേം എന്ന് പറയുമ്പോൾ n = 20 കൊടുക്കുക. സോ a20 = 1/2 എന്ന് എഴുതാം. ഇനി 18th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ മേക്കിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 30 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദ ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. സോ ആംഗിൾ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കാണാൻ tan θ കാണാം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുമ്പോൾ tan θ, അതായത് tan 30 കാണാം. tan 30യുടെ വാല്യൂ നമുക്കറിയാം 1/√3. സോ സ്ലോപ്പ് കണ്ട് ഇനി ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണാൻ y = mx, കാരണം ഇത് ഒറിജിനിലൂടെ പോകുന്നതാണ്. സോ y = mx എന്ന് മാത്രം എഴുതിയാൽ മതി. എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക. y = 1/√3x എന്ന് എഴുതാം. അതായത് ഇതിനെ √3y = x എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കാണണം. ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് പഠിക്കുക. tan θ = മോഡുലസ് ഓഫ് m2 - m1 ഡിവൈഡഡ് ബൈ 1 + m1 × m2. ഇതിൽ m1 അറിയണം, m2 അറിയണം. m1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ്, m2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ്. സോ ഫസ്റ്റ് ലൈനിലെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് a എന്ന് പറയുന്നത് √3 ആണ്, b എന്ന് പറയുന്നത് 1 ആണ്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക, -a/b ചെയ്യുക. സോ -√3 എന്ന് കിട്ടും. രണ്ടാമത്തെ ലൈനും അതുപോലെ തന്നെ -a/b ചെയ്യുക, -1/√3 എന്ന് രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. ഈ വാല്യൂസൊക്കെ ഇതിൽ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ tan θ = 1/√3 എന്ന് കിട്ടും. സോ എപ്പോഴാണ് 1/√3 എന്ന് ടാൻ്റെ വാല്യൂ വരിക? തീറ്റ എന്ന് പറയുന്നത് 30 ആകുമ്പോൾ, ദഫോ θ = 30 എന്ന് ആൻസർ എഴുതാം. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ലൈന് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് കാണണം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിക്കേട്ടാ. സോ ലൈൻ തന്നിട്ടുണ്ട്. സോ ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ABC 3 വാല്യൂസ് നമുക്ക് എഴുതാം. a = എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3, b = -4, c = കോൺസ്റ്റൻറ്റ് -26. പോയിന്റ് തന്നിട്ടുണ്ട് 3ഉം -5ഉം. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല, ഡിസ്റ്റൻസ് = മോഡുലസ് ഓഫ് ax1 + by1 + c ഹോൾ ഡിവൈഡഡ് ബൈ √a² + b². സോ ന്യൂമറേറ്ററിൽ നമ്മൾ ആ ഇക്വേഷനാണ് എഴുതുന്നത്. അവിടെ x1 y1 എന്ന് ആ പോയിന്റിൻ്റെ വാല്യൂ ജസ്റ്റ് കൊടുത്താൽ മതി. സോ ആ ഇക്വേഷൻ അതേ രീതിയിൽ എഴുതാം. സോ 3 × x1ൻ്റെ വാല്യൂ കൊടുക്കുക, 3 × 3 + by1. സോ by1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത് -4y എന്നാണ്. സോ -4 × y1ൻ്റെ വാല്യൂ കൊടുക്കുക, -5 -26യുടെ വാല്യൂ കൊടുക്കുക. √3a² + b². സോ √3² + 4² കാൽക്കുലേറ്റ് ചെയ്താൽ 3/5 എന്ന് ആൻസർ കിട്ടും. ഇനി 19th ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീൻ കാണാനും അതുപോലെ മീൻ ഡീവിയേഷൻ കാണാൻ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ, വേരിയൻസ് കാണാൻ, ഇതൊക്കെ എന്തായാലും പഠിക്കേട്ടാ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്തായാലും ഇത് ചെയ്ത് നോക്കാതെ എക്സാമിനേഷന് പോകരുത്, ഉറപ്പായിട്ടും വരും. സോ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം എക്സിൻ്റെ വാല്യൂസ് അതുപോലെ എഴുതുക, കോളം വൈസ് ആയിട്ട്. പിന്നെ ഫ്രീക്വൻസി എഴുതുക, തന്നിരിക്കുന്ന നമ്പേഴ്സൊക്കെ അതുപോലെ എഴുതുക. പിന്നെ കാണേണ്ടത് fx ആണ്. എഫും എക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ നമ്പറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ വാല്യൂസ് എഴുതുക. 3 × 7 21, 8 × 10 80, 13 × 15 195, 18 × 10 180, 23 × 6 138. എന്നിട്ട് ഈ ഫ്രീക്വൻസിയുടെ സമ്മ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ fxൻ്റെ സമ്മും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ കണ്ടുപിടിക്കേണ്ടത് x² ആണ്. x² എന്ന് പറയുമ്പോൾ ഈ ഓരോ നമ്പേഴ്സിനെയും സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ കാണേണ്ടത് f × x² ആണ്. ഈ ഫ്രീക്വൻസിനെ x² എന്ന് പറഞ്ഞാൽ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 7 × 9, 10 × 64, 15 × 169, 10 × 324, 6 × 529. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മും കൂടി താഴെ കാണാം. ഓക്കെ, ഇനി മീൻ കാണാനുള്ള ഇക്വേഷൻ σFi/xi/n ആണ്. FI/xi എന്ന് പറയുമ്പോൾ fxൻ്റെ താഴെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഈ സമ്മ്, fxൻ്റെ സമ്മ് 614. സോ 614 ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ സമ്മ് 48. സോ 12.79 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി വേരിയൻസ് കാണണം. ചോദിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നുണ്ടെങ്കിൽ ആദ്യം വേരിയൻസ് കണ്ടുപിടിക്കുക. സോ വേരിയൻസ് = ഇക്വേഷൻ പഠിക്കുക, σfx²/n - σfx/n ഹോൾ സ്ക്വയർ. ഓക്കെ, σfx² എന്ന് പറയുമ്പോൾ fx² സമ്മ് tan
1652 ഡിവൈഡഡ് ബൈ 48 മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് 12.79. അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 37.5 എന്ന് കിട്ടും. ഇനി കാണേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. ഇക്വേഷൻ എന്തായാലും എഴുതുക, ഇക്വേഷൻ എഴുതുന്നതിനൊക്കെ മാർക്കുണ്ട്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 37.5 കാണാം. സോ ഈക്വൽ ടു 6.12 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഈക്വൽ ടു 0.35, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 0.15, പി ഓഫ് എ യൂണിയൻ ബി കാണണം. പി ഓഫ് എ എഴുതാം, പി ഓഫ് ബി എഴുതാം, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എഴുതാം. പി ഓഫ് എ യൂണിയൻ ബി കാണാൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, സെറ്റിൽ നമ്മൾ എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ പഠിക്കുന്നില്ലേ, അതേ ഇക്വേഷൻ തന്നെ ഇവിടെ പ്രോബബിലിറ്റി വെച്ചിട്ട് എഴുതുന്നു മാത്രം. വാല്യൂസൊക്കെ കൊടുത്താൽ 0.7 എന്ന ആൻസർ കിട്ടും. അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. 2 പ്രാവശ്യം ടോസ് ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് കാണണം. ഓക്കെ, സോ ആദ്യം സാമ്പിൾ സ്പേസ് എഴുതാം. എസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യമാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്തത്. സോ എച്ച് 2 ഹെഡ് വരാം, 2 ടെയിൽ വരാം, ടി ടി, അല്ലെങ്കിൽ ഒരു ഹെഡ് ഒരു ടെയിൽ എച്ച് ടി എന്ന് വരാം, അല്ലെങ്കിൽ ടി എച്ച് വരാം, ടെയിലും ഹെഡും വരാം. സാമ്പിൾ സ്പേസിൽ 4 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇനി ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്, 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. സോ പി ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ ഇതിലാകെ ഒറ്റ ചാൻസേ ഉള്ളൂ. ഔട്ട് ഓഫ് എത്ര ചാൻസിൽ? 4 എണ്ണത്തിൽ. സോ 1/4 എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 കാർഡ് ഇസ് ഡ്രോൺ ഫ്രം എ ഡെക്ക് ഓഫ് 52 കാർഡ്സ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് വിൽ ബി ബ്ലാക്ക് കാർഡ് ദെൻ ഡയമണ്ട് കാർഡ്. സോ അത് നമ്മൾ നോക്കുക, ടോട്ടൽ കാർഡ്സിൽ എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് നോക്കുക. ആകെ ഉള്ളത് 26 ബ്ലാക്ക് കാർഡ്സ് ആണ്. ഔട്ട് ഓഫ് എത്ര കാർഡ്സ്? 52 കാർഡ്സ് എന്ന്. സോ 26/52. സോ ആൻസർ 1/2 എന്ന് എഴുതാം. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട് എന്ന് പറയുമ്പോൾ ആകെ എത്ര ഡയമണ്ട് ഉണ്ട്? 13 കാർഡ്സ് ആണ് ഡയമണ്ട് കാർഡ് ഉള്ളത്. സോ 13/52 എന്ന് എഴുതാം. 13/52 എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്താൽ 1/4. ഇതിങ്ങനെ എഴുതിയാലും മതി, 13/52 തന്നെ എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് 1/4 എന്ന് തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, സിലബസിൽ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും വളരെ നന്നായി തന്നെ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് നോക്കിയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്